ഹരി ഓം. ശ്രീമദ് ദേവി നാരായണീയം ദശകം 2 ശ്ലോകം 5. കിമത്ര കൃത്യം പതിദേഹരോ ന കൂർമ്മ കഥം വേദിമിഥോ ബ്രുവാണാൻ ദേവാൻ വിദാധാഹ ഭവേന്ന കാര്യം അകാരണം ദൈവമഹോബലീയ ശ്രീ മഹാദേവ്യൈ നമ. അന്യാർത്ഥവും ഹരോ പതിതേ, വിഷ്ണുവിൻ്റെ കഥ കഴിഞ്ഞിരിക്കെ, അത്ര നഹ, ഈ ഘട്ടത്തിൽ നമുക്ക് കൃത്യം കിം, എന്തു ചെയ്യാൻ കഴിയും, കഥം വാ കൂർമഹ, എങ്ങനെ ചെയ്യാൻ കഴിയും, ഇതി മിതഹ, എന്നിങ്ങനെ പരസ്പരം ബ്രുവാണാൻ ദേവാൻ, പറഞ്ഞുകൊണ്ടിരുന്ന ദേവന്മാരോട് വിധാത ആഹ, ബ്രഹ്മാവ് പറഞ്ഞു, കാര്യം, ഒരു കാര്യവും അകാരണം, കാരണമില്ലാതെ ന ഭവേത്, സംഭവിക്കില്ല, അഹോ, കഷ്ടം, ദൈവം ബലീയ, വിധി, കർമ്മഫലം ബലത്തരം തന്നെ. ദേവന്മാരുടെ എല്ലാ ആപത്ഘട്ടങ്ങളിലും വിഷ്ണു ഉപകാരപ്രദമായിട്ടിരിക്കുകയാണ്. എപ്പോഴും ബന്ധുവാണ്, ആപത്തിലെല്ലാം സംരക്ഷിക്കുന്ന ബന്ധുവാണ് മഹാവിഷ്ണു. അദ്ദേഹത്തിൻ്റെ തല പോയതോടെ ദേവന്മാർ അന്യോന്യം ചോദിച്ചു, ഇനി എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യും? തല പോയെങ്കിലും വിഷ്ണു മരിച്ചിട്ടില്ലെന്ന് ബ്രഹ്മാവിനറിയാം. അതുകൊണ്ട് ദേവന്മാരെ അദ്ദേഹം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യവും കാരണമില്ലാതെ സംഭവിക്കില്ല. തല തെറിച്ചു പോകാൻ പാകത്തിന് എന്തോ നേരത്തെയുള്ള കർമ്മഫലം വിഷ്ണുവിന് മുൻജന്മ കർമ്മഫലം ഉണ്ടായിരുന്നു. കർമ്മഫലം ദേവനായാലും മനുഷ്യരായാലും എല്ലാവരും അനുഭവിച്ചേ പറ്റൂ. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ശ്ലോകം 6. ധ്യായേത ദേവീം കരുണാർദ്രചിത്താം ബ്രഹ്മാണ്ഡ സൃഷ്ട്യാദിഹേതുഭൂതാം സർവാണി കാര്യാണി വിധാസ്യതേന സാ സർവശക്ത സഗുണാ ഗുണാ ച ശ്രീ മഹാദേവ്യൈ നമഃ. അന്യാർത്ഥവും ബ്രഹ്മാണ്ഡ സൃഷ്ട്യാദിക ഹേതുഭൂതാം, ബ്രഹ്മാണ്ഡങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതയും കരുണാർദ്രചിത്താം, കാരുണ്യവതിയുമായ ദേവീം ധ്യായത്തെ, ദേവിയെ ധ്യാനിക്കുവിൻ, സഗുണ അഗുണാച, സഗുണയും നിർഗുണയും, സർവശക്ത സാ, സർവശക്തിയുമായ ആ ദേവി, നഹ, നമ്മുടെ, സർവാണി കാര്യാണി, എല്ലാ കാര്യങ്ങളും, വിധാസ്യതേ, വേണ്ടതുപോലെ നടത്തിത്തരും. ലളിതാർത്ഥം, ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറയുന്നു, സഗുണയോ നിർഗുണയോ ആയ ദേവിയെ എല്ലാവരും ധ്യാനിക്കണം. ദേവി സർവശക്തയാണ്, സർവത്തിനും കാരണഭൂതയുമാണ് ദേവി. അവിടുന്ന് ദേവി കൃപാവതിയുമാണ്. നാം ഇനിയും എന്തു ചെയ്യും എന്നിങ്ങനെ കർത്തവ്യ മൂഢന്മാരായി തീർന്ന ദേവന്മാർക്ക് ബ്രഹ്മാവ് വിവേകപൂർവ്വം നൽകുന്ന നിർദ്ദേശമാണിത്. ബ്രഹ്മത്തിൻ്റെ പ്രകടാവസ്ഥയാണ് ഈ ദേവി. ഈ ദേവിയെയാണ് നിർഗുണ ശബ്ദം വിവക്ഷിക്കുന്നത്. സഗുണയായ ദേവി വ്യക്തമായ രൂപം ഉള്ളവൾ തന്നെ. സഗുണയെ ധ്യാനിച്ചാലും നിർഗുണയെ ധ്യാനിച്ചാലും എല്ലാത്തിനും ഫലം ഒന്നു തന്നെയാണ്. ഉപാസകന്മാരുടെ സൗകര്യം അനുസരിച്ചാണ് ദേവി ഓരോ രൂപം സ്വീകരിക്കുന്നത്. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.